ഇത് പാലക്കാടല്ല, ഇത് വയനാടാണ്. വയനാട് കാണുന്ന നെൽകൃഷി കണ്ടോ? നമ്മളവിടെ വരുന്ന നെല്ലുകളൊക്കെ ഉണ്ടല്ലോ, അരികളൊക്കെ, അതൊക്കെ ഇവിടെ നിന്നൊക്കെ വരുന്നതാണ്. ഇതിങ്ങനെ വഴിവക്കത്ത് കാണുന്നൊരു പ്രത്യേകതരം ചെടിയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ മൊത്തം ഇങ്ങനെ വഴിവക്കത്ത് കിടക്കുക. ഇതിൻ്റെ ബ്യൂട്ടി ഒന്നും പറയാനില്ല. ഈ വെയിൽ തട്ടുമ്പോഴത്തേക്കും ഇതിൻ്റെ ബ്യൂട്ടി നല്ല രസമാണ് കാണാൻ. കണ്ടോ? ആ കാണുന്ന മല കണ്ടോ? ആ മലയുടെ അപ്പുറം മുത്തുമാരി എന്ന സ്ഥലമാണ്. ബസ്സൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. അവിടെ ഏകദേശം 6, 6:30, 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആ സ്ഥലങ്ങളിലൊക്കെ ആന ഇറങ്ങുമെന്നാണ് പറയുന്നത്. മിക്കപ്പോഴും ആന ഇറങ്ങുന്നൊരു സ്ഥലമാണ് ഇതൊക്കെ. നല്ല ബ്യൂട്ടിഫുള്ളാണ് വയനാട്. ഈ ഗ്രാമത്തിൻ്റെ പേര് തൃശ്ശലേരി എന്നാണ്. തൃശ്ശലേരി മാനന്തവാടിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ അത്രേ കാണത്തുള്ളൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇത് നെൽകൃഷിയാണ്. പലതരം അരികളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. നെല്ലുകളാണ് കൃഷി ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ അവിടെ വരുന്ന ബസുമതി റൈസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. IR8 പോലെയുള്ള പച്ചരികളൊക്കെ ഈ ഏരിയകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ തന്നെ പാട്ടത്തിനെടുത്ത് ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇതിങ്ങനെ ഗ്രാമം മുഴുവനും മലകളാൽ ചുറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് തൃശ്ശലേരി എന്ന് പറയുന്നത്. രാവിലെയൊക്കെ നല്ല തണുപ്പാണ് ഇവിടെ. വൈകിട്ടൊരു 6, 7 മണി കഴിഞ്ഞാൽ മഞ്ഞ് ഇറങ്ങാൻ തുടങ്ങും. രാവിലെയും ഒരു 8 മണി വരെ കോടമഞ്ഞുണ്ടാവും. അത് കഴിയുമ്പോൾ ഇതുപോലെ വെയിലായിരിക്കും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് തൃശ്ശലേരി ഗ്രാമം, വയനാട്.